കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഉത്തർപ്രദേശ് നോയിഡ സ്വദേശി സൗരവാണ് അറസ്റ്റിലായത്. ലോൺ ആപ്പ് ടെലികോളറാണ് അറസ്റ്റിലായ സൗരവ്. പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി. അതേസമയം കേസിൽ ഒന്നാം പ്രതിയായ അധ്യാപകൻ ഡോക്ടർ MK റാമിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് പുറമെ പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരമുള്ള വകുപ്പും റാമിനെതിരെ ചുമത്തിയിട്ടുണ്ട്. തലശ്ശേരി സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് റാം ഹൈക്കോടതിയെ സമീപിച്ചത്. റാമിനെതിരെ ജാതി അധിക്ഷേപം എന്ന വകുപ്പ് ഒഴിവാക്കാൻ ഡോക്ടർ റാം പട്ടികജാതിക്കാരനാണെന്ന രേഖ വിചാരണ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. എന്നാൽ കർണാടക സ്വദേശിയായ റാം പിന്നോക്ക വിഭാഗക്കാരനാണെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. റാമിന്റേത് ഗുരുതര കുറ്റകൃത്യമാണെന്നും ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ഡോക്ടർ മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചിരുന്നുവെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണിപ്പോൾ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നൊരു വിവരം നമുക്ക് ലഭിക്കുന്നത്. ഉത്തർപ്രദേശ് നോയിഡ സ്വദേശിയായിട്ടുള്ള സൗരവിനെയാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ലോൺ ആപ്പ് ടെലികോളറാണ് ഈ അറസ്റ്റിലായിട്ടുള്ള സൗരവ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരാളെ കൂടിയാണ് ഈ ഒരു കേസിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയം കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള അധ്യാപകൻ ഡോക്ടർ MK റാമിന്റെ മുൻകൂർ ജാമ്യം ഹർജി ഹൈക്കോടതി വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് പുറമെ പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുമൊക്കെ റാമിനെതിരെ ചുമത്തിയിട്ടുണ്ട്. തലശ്ശേരി സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ റാം ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും റാമിനെതിരെ ജാതി അധിക്ഷേപം എന്ന വകുപ്പ് ഒഴിവാക്കാൻ ഡോക്ടർ റാം പട്ടികജാതിക്കാരനാണെന്നൊക്കെയുള്ള രേഖകളൊക്കെ വിചാരണ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പക്ഷേ കർണാടക സ്വദേശിയായിട്ടുള്ള റാം പിന്നോക്ക വിഭാഗക്കാരനാണെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നത്. റാമിന്റേത് ഗുരുതര കുറ്റകൃത്യമാണെന്നാണ് ജാമ്യം അനുവദിക്കരുതെന്നും ഒക്കെ പ്രോസിക്യൂഷനും ആവശ്യപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഡോക്ടർ മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചിരുന്നു എന്നൊക്കെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ പരാതി ലഭിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആ വിഷയമൊക്കെ വലിയ ചർച്ചയായ സമയവും വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ റാമിനെതിരെയാണ് പ്രതികരിച്ചിരുന്നത്. ഇത്തരത്തിൽ ശാരീരികവുമായും മാനസികമായും ഇയാൾ പീഡിപ്പിക്കുന്നത് പതിവായിരുന്നു എന്ന് വിദ്യാർത്ഥികളൊക്കെ പരാതി പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശ് നോയിഡ സ്വദേശി സൗരവാണ് അറസ്റ്റിലായിട്ടുള്ളത്. ലോൺ ആപ്പ് ടെലികോളറാണ് അറസ്റ്റിലായ സൗരവ്.